ഗൈസ് അമൃതം പൊടിയും കൂടെ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് അമൃതം പൊടി കൊട്ടാം ഗൈസ്. അപ്പോൾ ഒരു പാത്രത്തിൽ അമൃതം പൊടി കൊട്ടുക. അതിന് ശേഷം നമ്മൾ സോൾട്ട് എടുക്കുക. സോൾട്ട് ഒരു സ്പൂണ്, ഷുഗർ ഒരു 2 സ്പൂണ് ചേർക്കുക. നമുക്ക് ആവശ്യത്തിന് അളവിൽ ഷുഗർ ചേർക്കുക. അതിന് ശേഷം ഓയിൽ ചെറുതായിട്ട് 1 സ്പൂൺ ഓയിൽ ചേർത്തിയാൽ മതി. അതിന് ശേഷം നമ്മൾ 2-3 കൂടി നന്നായി മിക്സ് ചെയ്യുക. വെള്ളം എടുക്കുക, ചൂടുവെള്ളം നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ആ പാകം വരുന്ന പോലെ നമ്മൾ നന്നായി കുഴക്കുക കേട്ടോ ഗൈസ്. എന്നാൽ തന്നെ അതിനുള്ള നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. കുറച്ച് നേരം കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കണ പോലെ വെക്കുക. അതിന് ശേഷം ഒരു പാത്രത്തിൽ നമ്മൾ നേന്ത്രപ്പഴം എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അത് നന്നായി ഉടച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയിടുക. തേങ്ങ, അതുപോലെ ഷുഗർ, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഷുഗറും തേങ്ങയും പഴവും എങ്ങനെയാണോ നിങ്ങൾക്ക് ഇത് 3ഉം കൂടുതലെടുത്ത് വെച്ചാൽ അതിൽ നല്ല ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഇതും കൂടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവ്, നമ്മൾ ചപ്പാത്തി മാവ് നന്നായി ചപ്പാത്തി പരത്തണ പോലെ പരത്തുകയാണെങ്കിൽ നന്നായിരിക്കും. അത് നല്ല കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ പരത്തിയെടുക്കുക. അതിന് ശേഷം ഇത് നമ്മുടെ പഴത്തിൻ്റെ ആ മിക്സർ ചേർത്തി അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഡിസൈനൊക്കെ കൊടുത്തതാണ് കേട്ടോ ഗൈസ്. എനിക്കിഷ്ടമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം വയ്ക്കുക. ഇഡ്ഡലിക്ക് വെക്കണ പോലെ വെച്ചിട്ട് അത് നല്ലോണം വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത ശേഷം കാണിച്ചു നന്നായിരുമ്മ, നൈസായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സൂപ്പറായിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നത്. അമൃതം പൊടി ഉണ്ടായിരുന്നു. അമൃതം പൊടി കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിഷസ് ഉണ്ടാക്കി കഴിക്കണം പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡിൻ്റെ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ബൈ.